ഹേയ് ഗായ്സ്, വാട്സാപ്പ്. ഇന്ന് നമ്മളുള്ളത് മോബ് വില്ലയിലാണ് ഗായ്സ് ഉള്ളത്. മോബ് വില്ലയിൽ പുതിയതായിട്ട് വന്ന ഒരു ഡാം വന്നാക്കുന്നത് നമ്മൾ ചെറിയ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മുടെ നെയിമെല്ലാം പോയി. നമ്മൾ അതിന് പോയി പേരൊന്നും കയറാൻ പറ്റില്ല. ചെറിയ ഒരു ട്രോള് നമുക്ക് ഐഷ്യൂ തന്നു ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിം മൊത്തം ഹാക്ക് ചെയ്തു. അങ്ങനെ ഇപ്പം വേറെ ഏതാണ്ടൊക്കെ നെയിം അടിച്ചടിച്ച് കയറി വന്നേക്കുവാണ്. ഞാൻ എന്തായാലും തിരിച്ച് വന്ന് ഗൈസ്. അവന്മാരെ എനിക്ക് 8ൻ്റെ പണി തന്നെന്ന് പറയാം. ഇവിടെ എവിടെയോ ആയിരുന്നു ഗൈസ് 8ൻ്റെ പണി. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെയോ ആയിരുന്നു ഗൈസ്. താണ്ടിരിക്കുന്നു മാക്കറി. നേരെ താഴെ പോയി ഇപ്പം ചാവും ഗൈസ്. അയ്യോ വേണ്ടായിരുന്നു മറന്നുപോയി ഗൈസ്. ഓ പണിപാളി വാങ്ങിച്ചു കൂട്ടി. ഇങ്ങനെയോ കഷ്ടപ്പെട്ടായിരുന്നു ഫുഡ് കിട്ടിയത്. ഒന്നും വേണ്ട, അവിടെ ഇരിക്കുന്ന ആൾ തന്നെ ആളിപ്പോൾ സർവല്ല. പിന്നെ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നു. കിട്ടിയ സാധനങ്ങളായിരുന്നു അതെടുത്ത്. എന്ത് കഷ്ടമാണെന്ന് ഗൈസ്. മൊബൈലിൽ ഇപ്പം ആരും തന്നെ സെർവറിലല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഈ സെർവറിൽ ഇപ്പോൾ ഉള്ളത്. കയറിപ്പോ അങ്ങോട്ട്. അവന്മാരതും അടച്ചോ? എൻ്റെ പൊന്നെ, ഇനിയും എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. കയറിയിട്ടുണ്ട് എല്ലാം. ഇവന്മാർ ഫുഡ് കുറച്ച് ചോദിച്ചപ്പോൾ എന്ത് തേങ്ങാക്കൊലായിരുന്നു. ഫുഡിന് കാശ് വേണോ? നമ്മുടെ കയ്യിൽ ഇവിടെയാണ് ഗൈസ് കാശിരിക്കുന്നത്. പിന്നെ അവിടെ ആര് ചേട്ടൻ തന്നെയാണ് ഇത്രയും. പിന്നെ അവിടെ നിന്ന് ഒരു ചെസ്റ്റിന് ഞാൻ എടുത്തുകൊണ്ടുവന്ന് ഈ ആഴ്ച പിന്നെ നമുക്ക് ഒരു സീക്രട്ട് ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സീക്രട്ട് ബേസ് കൊണ്ടുവരണം. അവന്മാർ പറഞ്ഞത് എൻ്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞാൽ ചെറിയൊരു സീക്രട്ട് ബേസ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ അടുത്തും പറയലേന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ശാരന്മാർ എനിക്കറിയായിരുന്നു എന്തോ ഒരു അന്തികേടുണ്ടായിരുന്നു. അവന്മാർ സീക്രട്ട് ബേസ് ഉണ്ടാക്കിയാൽ പോലും എൻ്റെ അടുത്ത് പറയത്തില്ല. കാരണം ഞാൻ നോക്കിയപ്പോൾ സീക്രട്ട് ബേസ് കണ്ടു. അവിടെ TNT വെച്ചപ്പോൾ ഇവരെയൊക്കെ എന്തുവാ പേടിപ്പിക്കാൻ വേണ്ടി TNT വെച്ചാന്ന് പറഞ്ഞ് എന്നെ മാറ്റി. എന്നിട്ട് ആ TNT പൊട്ടിയിട്ട് താഴോട്ട് ചാടാൻ പറഞ്ഞ് നേരെ ചാടി. ഫസ്റ്റ് വട്ടം എന്തോ പാളിപ്പോയി അവരുടെ അവിടെ. ഞാൻ എന്തോ ചവിട്ടിയപ്പോൾ ഒരു ലൈഫ് പോലും പോയില്ല ഗൈസ്. എൻ്റെ ഒട്ടും ലൈഫും ഇല്ല. പിന്നെ സെക്കൻഡ് ഞാൻ ചാടിയപ്പോൾ സത്യത്തിൽ തത്തുപോയി. അതാണ് ഈ പണി കിട്ടിയത്. ഇതെന്തോ ഡ്രസ് ഷോപ്പ് എന്നതാണ്. റോബറേക്ക് വേണം ഗൈസ്. വേണ്ട, റോബർ വേണ്ട ഗൈസ്. ഇന്ന് നമുക്ക് വേണ്ട നമുക്കിനി വരുന്ന ദിവസം റോബറേക്ക് ഉണ്ട് ഗൈസ്. ഞാൻ മെയിനായി നോക്കി വെക്കുന്ന ആർമർ ഇതാണ് ഗൈസ്. അതല്ല, ഇത് കുറച്ച് മോട്ടിക്കണം, ട്രോൾ കൊടുക്കണം. അല്ല, ട്രോളിൻ്റെ അകത്തില്ല. ഞാൻ നേരത്തെ പിന്നെ എന്തിനാണ് എടുത്ത് കളഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെറിയൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എന്തുവാ ചെറിയൊരു പണി ഐഷുവും പണി കൊടുത്തായിരുന്നു. അല്ല, ഡാർക്ക് ഗെയിമിങ്. അതെ, ഡാർക്ക് ഗെയിമിങ്ങിനെ ഞങ്ങൾ ഐഷു എന്ന് വിളിക്കുന്നത്. കാരണം എന്തോന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് എന്നെക്കൊണ്ടും ജയിപ്പിച്ച ഗൈസ്. ഇതിൻ്റെ അടിയിലോട്ട് വീണ ഡെഡാവും. ഇതിൻ്റെ ഈ ബ്ലോക്ക് ഒടിച്ച് നേരെ അങ്ങ് അടിയിലോട്ട് പോകും. എന്നിട്ട് ട്രോൾ വെച്ച് ഞാനിവിടെ നൈസായി ഒരു പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അനിമൽ വന്നാൽ എന്തോ പ്രഷർ പ്ലേറ്റിൻ്റെ മണ്ടയിൽ നിന്ന് അത് കൂട്ടി നേരെ TNT താഴെ പോയി. അതിൻ്റെ അടിയിലും കുറേ TNT ഉണ്ടായിരുന്നു. ആ TNT എല്ലാം കൂടി ആക്ടിവിറ്റിയായി പൊട്ടിത്തെറിച്ച്. അതായിരുന്നു ഇവിടെ ഒരു സ്റ്റോണിൻ്റെ ഇതും വെച്ച് പണിഞ്ഞത്. എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഗൈസ് ഐഷു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുഴിക്കെന്ന് പറഞ്ഞ് എടുത്ത് കുഴിച്ചതാണ് ഗൈസ്. എനിക്ക് 8ൻ്റെ പണി കിട്ടി. എന്നെ ഇവർ സെർവറിൽ മൊത്തം എടുത്ത് കളഞ്ഞ് അവരെൻ്റെ പാസ്വേഡ് അടിച്ച് കയറി. എന്നിട്ട് മൊത്തം കണ്ട ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ട ട്രോളാണ് ഇതിൻ്റെ അടിയിൽ മൊത്തവും. ഇതൊക്കെ ഇവിടെ കണ്ടൊക്കെ ഇനിയും കുറേ വഴികളുണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ് ട്രോള്. ഇന്നത്തെ വീഡിയോ മിക്കവാറും ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സൈനിങ് ഔട്ട്, ജോസ് ബ്ലോഗ്. ബൈ ഗൈസ്.